സിനിമയിൽ അണക്കെട്ടിനെ കുറിച്ച് പരാമർശിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷകർ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എംപുരാൻ്റെ റിലീസിന് മുമ്പായാലും റിലീസിന് ശേഷമായാലും ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാറായി റിലീസായിട്ട്, എന്നിട്ടും എംപുരാൻ എംപുരാൻ എവിടെ നോക്കിയാലും. കാരണം അമ്മാതിരി ഒരു വിവാദമാണ് ഇപ്പോൾ സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടു കാണുമല്ലോ, ഓരോരുത്തർ സിനിമ കണ്ടിറങ്ങിയിട്ട് ഒരു അഭിപ്രായം, അത് കഴിഞ്ഞ് അത് പാർട്ടിക്ക് എതിരാണെന്ന് കണ്ടപ്പോൾ ലൈവിൽ വന്നിരുന്ന വേറെ അഭിപ്രായം. വേറെ ആരെയും പറ്റിയല്ല, മേജർ രവിയെ പറ്റി തന്നെയാണ് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ സിനിമ കണ്ടപ്പോൾ ഒരു അഭിപ്രായം, അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വന്ന് ഇത് നമ്മുടെ പാർട്ടിക്ക് എതിരാണ് എന്ന് കണ്ടപ്പോൾ ഉടനെ പ്ലേറ്റ് മാറ്റി. അതിനെപ്പറ്റിയൊക്കെ എന്തായാലും മല്ലിക സുകുമാരൻ, അതിനെപ്പറ്റിയൊക്കെ എന്തായാലും ഏത് ന്യൂസ് ചാനലിൽ നിന്ന് വിളിച്ചാലും പുള്ളിക്കാരി കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോയിൽ നല്ലപോലെ ഊക്കി എറിയുന്നുണ്ട് അണ്ണനെ, അത്രയ്ക്ക് ഊക്കി ഇരന്ന് വാങ്ങിക്കുന്നുണ്ട്. കാരണം അമ്മാതിരി ഒരു സ്വഭാവമാണ് കാണിച്ചത്. അവരുടെ കൂടെ നിന്ന് പടം ഇഷ്ടപ്പെട്ടു, ഇത് വേറെ ലെവലാവും, ഇൻ്റർനാഷണൽ ടച്ചാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടി വിട്ട ആളാണ്. അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം പ്ലേറ്റ് മാറ്റി ലൈവ് കയറിയിരുന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടതാണ്. ലാലേട്ടൻ സിനിമകളൊന്നും കാണാറില്ല, പുള്ളിക്കാരൻ്റെ സീൻ മാത്രം വന്ന് ഡബ് ചെയ്തിട്ട് പോകുന്നതാണ്. എൻ്റെ അമ്പോ, എന്തൊക്കെ മെഴുകലായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മോഹൻലാലെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല. കാരണം ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലത്തെ കൂട്ടുകാരന്മാരല്ലേ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കും. 3-4 ദിവസം മുമ്പേ സങ്കടവേദി ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ? അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ഇനിയിപ്പോ മേജർ രവിയിലെ ആരും ആവട്ടെ, അത് ആ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ. മോഹൻലാൽ അങ്ങനത്തെ ഒരു പേടിത്തൊടനാണോ? എഴുതി കൈ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൊടുത്തെന്നോ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ ഒന്ന് ഇറങ്ങി അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ, ചരിത്ര നേട്ടമാണിത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ച് അയ്യോ എന്റെ പൊന്നി ചേച്ചി അമ്മയാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് 2 ദിവസം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ചതിച്ച് ചെയ്തതാണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ള ഇവരുടെയൊക്കെ വാക്കിന്റെ വില. ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഒക്കെ പറയുന്നത്? ഈ മേജർ രവിയെ കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് പക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയാം, കേണൽ റാങ്കിലുള്ളവരും അല്ലാത്തവരും ഇല്ലാത്തവരും എന്നും പറഞ്ഞ ഈശ്വര. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ല, ഇത് വ്യക്തി സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പൃഥ്വിരാജിനെ ചീത്ത വിളിച്ചത്. കണ്ടില്ല, അതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, ദേശസ്നേഹമല്ല. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. കാരണം പുള്ളിക്കാരൻ ഫസ്റ്റ് ഡേ കണ്ടിറങ്ങിയിട്ട് എന്താണ് പറഞ്ഞത്, അപ്പോഴും ഈ ദേശസ്നേഹമൊന്നും പൊട്ടി മുളച്ചില്ലായിരുന്നു അങ്ങേർക്ക്. 2 ദിവസം കഴിഞ്ഞ് അവരുടെ പാർട്ടിക്കാർ ഇത് നമ്മുടെ പാർട്ടിക്ക് എതിരാണെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണോ അവർക്ക് ഈ ദേശസ്നേഹം എന്ന് പറയുന്ന തലയിലോട്ട് കയറിയത്? അതിൽ പറയുന്ന കേട്ടില്ല, ഇങ്ങനത്തെ ആളുകളാണോ അതിർത്തി കാക്കാനായിട്ട് അവിടെ നിന്നതെന്ന്. സത്യം, ഒരഭിപ്രായവും ഇല്ല. സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല, വേറൊരാൾ പറയുന്നത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. ഈ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ വ്യക്തമായ അഭിപ്രായമാണ് ആദ്യത്തെ ദിവസം കണ്ടത്. അല്ല, ഇങ്ങേർക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ അകത്ത് നടക്കുന്ന എന്തോന്നാണെന്ന്? ഈ സിനിമയ്ക്കകത്ത് ഗുജറാത്ത് റയോട്ടാണ് കാണിക്കണമെന്ന് അങ്ങേർക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പം മനസ്സിലായി കാണില്ല. മനസ്സിലായി കാണുമെങ്കിൽ ഇറങ്ങിയ ഉടനെ അതിനെപ്പറ്റി പറയുമായിരുന്നല്ലോ. അത് ആ സമയത്ത് അതിനെപ്പറ്റി പറയാൻ പേടിയായിരുന്നു. പിന്നീട് ആരൊക്കെ പറഞ്ഞപ്പോഴാണ് ഓർത്തത് നിങ്ങൾ? എന്തൊക്കെയാണോ എന്തോ നിലപാടെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നിലപാട്, പക്ക വേറെ ലെവൽ നിലപാട്. കാരണം പറയുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് പുള്ളിക്കാരൻ. അതുകൊണ്ട് സമ്മതിച്ച് കൊടുത്തേ പറ്റൂ എന്തായാലും. ഇപ്പോൾ ഈ വീഡിയോ, അതായത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എമ്പുരാൻ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞു പോകുന്ന ഇടയിൽ ചിലപ്പോൾ സ്പോയിലർ വരാൻ ചാൻസ് ഉണ്ട്, അത് ആദ്യമേ പറയുന്നുണ്ട്. സോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ, അതായത് മേജർ രവി വന്നിരുന്ന് തള്ളുന്നുണ്ട്, സ്ക്രിപ്റ്റ് വായിക്കില്ല പുള്ളിക്കാരൻ, മോഹൻലാൽ സിനിമ പുള്ളിക്കാരൻ്റെ ഭാഗം മാത്രമേ ഡബ് ചെയ്യുള്ളൂ, എന്തൊക്കെ തള്ളാണോന്ന് വന്നിരുന്ന് തള്ളി മറിച്ചത്. കുറച്ച് മുമ്പേ, ഒരു മണിക്കൂർ മുമ്പേ ആൻ്റണി പെരുമ്പാവൂർ ഈ ന്യൂസിനൊക്കെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പ്രൊമോഷൻ്റെ ഭാഗമായി പോയപ്പം പൃഥ്വിരാജും അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഏകദേശം 6-7 മണിക്കൂർ എടുത്താണ് സ്ക്രിപ്റ്റ് ലാലേട്ടന് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തടിസ്ഥാനത്തിനാണ് അങ്ങേര് വന്നിരുന്ന് ഈ തള്ളി മറിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ്റെ സിനിമ വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ചിലപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, അതൊക്കെ നമുക്കറിയില്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ആൻ്റണി പെരുമ്പാവൂർ കൃത്യമായി വന്ന് ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട്. ആ വീഡിയോ എന്തായാലും ഞാൻ അവിടെ പ്ലേ ചെയ്യാം.
മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. മേജർ രവി പറഞ്ഞത് അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് എന്നോട് പറയാൻ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞാൻ കേട്ടല്ലോ, എല്ലാവരും പ്രിവ്യൂ കണ്ടതാണ്. പിന്നെ ഇങ്ങനെ എന്ത് കാര്യത്തിനാണ് വന്നിരുന്നത് ഇങ്ങനെ തള്ളി മറിച്ചത്? മല്ലിക സുകുമാരൻ പറയും പോലെ ഈ മോഹൻലാലിൻ്റെ വിലയും കൂടെയാണ് ഇങ്ങനെ കളയണത് വന്നിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങേർക്ക് മോഹൻലാലിനെ പ്രീതിപ്പെടുത്തിയിട്ട് എന്താണ്, ഡേറ്റ് കിട്ടാനോ? ഇനി അടുത്തൊരു പട്ടാള പടം ചെയ്യാനാണോ? ദേശസ്നേഹം പോലും. എനിക്ക് എപ്പോഴും ഡൗട്ടാണ്, ആ ആദ്യത്തെ ഷോ കണ്ടപ്പോൾ ഇങ്ങേർക്ക് ദേശസ്നേഹം ഉണർന്നില്ല. പുറത്തിറങ്ങി നമ്മുടെ പാർട്ടിക്കാരെ പറഞ്ഞപ്പോഴാണ് ഈ ദേശസ്നേഹം വന്നത്. ദേശസ്നേഹം പോലും. എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഈ എമ്പുരാനെ പറ്റി പലരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് സിനിമാ ഫീൽഡിലുള്ളവർ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ അതേസമയം ആസിഫ് അലിയും മമ്മൂട്ടിയും അത് പറഞ്ഞേ പറ്റുള്ളൂ. അവരവരുടെ നിലപാട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി ഇത്രയും പ്രശ്നം നടന്നിട്ട് പോലും അവരുടെ കുടുംബത്തിനെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ഒരു സമയം കണ്ടെത്തി. അതും അത്രയും ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് പോലും, ഈദ് എന്ന് പറയുന്ന അവരുടെ ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൻ്റെ ഇടയിലും ആ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് പേടിക്കേണ്ട, നമ്മളെല്ലാവരും കൂടെ ഉണ്ട് എന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നിയ ആ മനസ്സ്, അത് വളരെ വലിയൊരു മനസ്സ് തന്നെയാണ്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് മനസ്സിലായി കാണാം, ആ ഒരു ഫേസിലൂടെ കടന്നു പോയപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ട്, ആരൊക്കെ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ട്, കൂടെ നിന്ന് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി മാറി നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ അവർക്ക് വ്യക്തമായി മനസ്സിലായി കാണും. എന്തായാലും ആസിഫ് അലി ഈ എംപുരാനെ പറ്റി പറയുന്നൊരു വീഡിയോ നമുക്ക് കാണാം. എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കൊമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയായിട്ട് തന്നെ കാണുക, അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. കേട്ടല്ലോ, സിനിമയായിട്ട് കാണുക. ഇവിടെ കേരള സ്റ്റോറിയൊക്കെ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു ബഹളം? ആവിഷ്കാര സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം. ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എവിടെ പോയി? പലരുടെയും മറന്നു അതൊക്കെ. ഓരോ നേതാക്കന്മാരും അന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത് കേൾക്കണമായിരുന്നു. ഇത് ഇന്ത്യയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ മൂടാണ്, എന്തൊക്കെയായിരുന്നു. ഇപ്പം എവിടെ പോയി? ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എന്താ, മണ്ണിലിട്ട് മൂടിയോ നിങ്ങൾ? 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ അറ്റാക്സൊക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ആസിഫ് അലി കൃത്യമായി നിലപാട് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എമ്പുരാനെ ഒരു സിനിമയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, ഒരു സിനിമ, അത്ര കാണുക. അതേപോലെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനെ പറ്റിയും അതിൽ പറയുന്നുണ്ട്. അതില്ല, വ്യക്തമാക്കേണ്ട സ്ഥലത്ത് നിലപാട് വ്യക്തമാക്കി തന്നെയാണ് ആസിഫ് അലി പോലുള്ള നടന്മാർ പോകുന്നത്. ആസിഫ് അലി മാത്രമേ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും വാതുറന്നിട്ടില്ല. പിന്നെ ഞാൻ മമ്മൂട്ടിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മല്ലിക സുകുമാരൻ എന്ന ആളിനെ ഈ ഒരു കണ്ടീഷനിൽ വിളിച്ച് ആശ്വസിപ്പിച്ച കാര്യമൊക്കെ പുള്ളിക്കാരി ആ ന്യൂസിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ എന്തായാലും ഒന്ന് കാണാം. രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കാൻ പോയിട്ടില്ല. പെരുന്നാളിന്റെ തലേ ദിവസം വായിക്കുകയാണ്, FB പോസ്റ്റ് കണ്ടു. അതായത് വേറൊന്നുമല്ല, അദ്ദേഹത്തിന് അറിയാം എനിക്കിത് കാണുമ്പോൾ ഒരു പ്രയാസം വരും, സുഹേട്ടന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ മല്ലിക ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നറിയാം എന്നുള്ളൊരു മനസ്സാക്ഷിയുള്ളൊരു കലാകാരനാണ് മമ്മൂട്ടി.
ഞാൻ ഒരു കാലത്ത് ഞാനത് മറക്കത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, പല ഇന്റർവ്യൂവിലും മമ്മൂട്ടിയുടെ ചില രീതികളെ കുറിച്ച്. കാരണം അത് അദ്ദേഹം മാത്രമാണ് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചത് സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന്. അതിന്റെ എല്ലാ ഐക്കൺസും ഒക്കെ ചേർത്ത് അത്രയ്ക്കൊക്കെ എഴുതാനൊക്കത്തില്ല. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു. പൃഥ്വിരാജിന് ഇതൊന്നും കേട്ടിട്ടൊരു സങ്കടം കണ്ടില്ല, അവരുടെ അത്രയും വലിയൊരു ഡൗൺഫാളിൽ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അയക്കാൻ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് പോലും ആ ഒരു നടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരൊരിക്കലും മറക്കില്ല. അത് അത്രേ ഉള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെയാണ്. നമുക്കൊരു ഡൗൺഫാൾ വരുമ്പോൾ മനസ്സിലാവും ആരൊക്കെ കൂടെ നിന്ന് നല്ലത് പറയും, അതേ ആൾക്കാർ മാറി നിന്ന് പിറകിൽ നിന്ന് കുത്തും എന്നൊക്കെ കൃത്യമായി മനസ്സിലാവും. അത് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മുടെ ലൈഫിലും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു സാധനമാണിത്. കാരണം നമ്മളൊരു ഡൗൺഫാൾ വരുമ്പോൾ ആരൊക്കെ കൂടെ നിൽക്കുന്ന അവരങ്ങ് കൂടെ നിർത്തിയേക്കുക. അല്ലാതെ ഡൗൺഫാൾ വരുമ്പോൾ നമ്മളെ പിറകിൽ നിന്നും കൂടെ കുത്താൻ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ തുനിഞ്ഞിറങ്ങിയ. പിന്നെ അതുപോലെ തന്നെ ഈ സെൻസർ ബോർഡിൻ്റെ കാര്യം എനിക്ക് പിന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇടയിൽ മുങ്ങിപ്പോയൊരു സാധനമുണ്ട്. അത് ഞാൻ എന്തായാലും ഇവിടെ വയ്ക്കാം. അതും ആരും ചർച്ച ചെയ്യുന്നില്ലെന്നാണ്. അതായത് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ഇഷ്ടപ്പെടുന്നു അത് മാത്രമേ നമ്മൾ കാണാവൂ എന്നാണ് ഈ ഒരു സാധനം. ഞാൻ ഇപ്പോൾ ഇവിടെ വയ്ക്കാം. ഇന്ത്യൻ പോലീസ് സേനയിലെ ക്രൂരതയും ഇസ്ലാമോഫോബിയും ചർച്ച ചെയ്യുന്ന സന്തോഷിന് അനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. എന്ത് കാരണത്തിനാണ്? അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല, ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന രീതിക്കാണോ? ഇതാരും ചർച്ച ചെയ്യാതെ എന്താണ്? അതോ ഇത് ഇനി ഇസ്ലാമോഫോബിയ ആയതുകൊണ്ടാണോ? അതുകൊണ്ടാണോ ആരും ചർച്ച ചെയ്യാത്തത്? എന്തോ ആയിക്കോട്ടെ, ആർട്ടെന്ന് പറയുന്ന സാധനം അത് പല രീതിയിലെടുക്കാം. പ്രതിഷേധം എന്ന രീതിക്ക് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. എവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ? സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ തീരുമാനിക്കും നമ്മൾ എന്ത് കാണണമെന്ന്. അങ്ങനെയാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത്, അഡൽട്ടിന് കാണാൻ പറ്റുന്നത്, 2 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ സെൻസർ ബോർഡ് വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു ആർട്ട് മൊത്തത്തിൽ തന്നെ ബഹിഷ്കരിക്കുക, ബാക്കിയുള്ളവർ കാണണ്ടെന്ന് പറയാൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത്? അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണോ? അതാണ് ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇരുന്നപ്പം ഒരു 5 മിനിറ്റ് മുമ്പേ വന്ന ന്യൂസാണ്. 5 മിനിറ്റ് മുമ്പേ ഞാൻ കണ്ട ന്യൂസാണ്. അതും ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്പോയിലറാണ്. കാണാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ ആദ്യമേ ഇത് പറയുന്നുണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്ന കുറച്ച് സ്പോയിലറാണ്. എമ്പുരാൻ സിനിമയിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാം എന്ന കൺസെപ്റ്റ് അതിൽ പറയുന്നുണ്ട്. അത് നെടുമ്പള്ളി ഡാം എന്ന രീതിയിലാണ് പറയുന്നത്. അതിൽ ആ വില്ലൻ ബാബ ബജ്രംഗി എടുത്ത് പറയുന്നുണ്ട്, ഒരു ബോംബ് വെച്ച് ആ ഡാം തകർത്താൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ കേരളം. സത്യമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം അവിടെ ആവിഷ്കരിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ വെച്ചേക്കുന്നതിൽ ഈ തമിഴ്നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം? കാരണം മുല്ലപ്പെരിയാർ പൊട്ടുവാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും കൂടുതലല്ല, നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിനെ തന്നെയാണ്. നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യും. അത് പലരും വിചാരിച്ച് വെച്ചേക്കുന്നത് അത് കേരളത്തിനെ മാത്രം അഫക്റ്റ് ചെയ്യുമെന്നാണ്. പക്ഷെ അല്ല, ഗോവ പോലുള്ള സംസ്ഥാനങ്ങളെ വരെ അത് അഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം തലയ്ക്ക് മുകളിൽ ഒരു ബോംബും വെച്ചാണ് ഇവിടെ കേരളക്കാർ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു സാധനം ഒരു സിനിമയിൽ കാണിച്ചെന്നും പറഞ്ഞ് ഈ തമിഴ്നാട്ടുകാർക്ക് പിന്നെ കൊണ്ടളയിട്ടുണ്ട്. എന്ത് കാരണത്തിലാണ്? അതും കുറേ കർഷകർ. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടെന്നാണോ? ഇനിയിപ്പോൾ നോക്കി ഇത് വെട്ടി മിക്കവാറും വാട്സപ്പിലെ സ്റ്റാറ്റസ് വല്ലതും ഇടാൻ പറ്റുന്ന രീതിക്കാവും അവസാനം ആ സിനിമ. അല്ല 30 സെക്കൻഡും കാണും. ഒരു കാര്യം ഒരു സിനിമയിലൂടെ അവതരിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഒരു ജാതി ജാതകം അതും ഇറങ്ങിയപ്പോൾ ഇതുപോലെയാണ്. അങ്ങനത്തെ മനുഷ്യരുണ്ട്. പലരും LGBTQ സപ്പോർട്ട് ചെയ്യാത്ത പല മനുഷ്യരുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടര കഥയാണ് അതിൽ പറയുന്നത്. അതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു രീതിയിലും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ സിനിമ ആവുള്ളൂ എന്നാണോ? എത്ര പേര് LGBTQനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ഓഫ് ദ ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒരു ജാതി ജാതകം എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിൽ LGBTQനെ അങ്ങ് വലിച്ചു കീറുന്നുണ്ട്. ആ രീതിക്കാണ് വിനീത് ശ്രീനിവാസൻ ചെയ്തു വെച്ചേക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണത്. അതിനെതിരെയും കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു. ഇപ്പോൾ വന്ന് ഒരു രീതിക്ക് സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.